So hello guys, welcome to my channel. Today is my birthday. 30 years old girl. Let's go my channel. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആരാധ്യ. അപ്പം നമ്മൾ എല്ലാ ദിവസത്തെയും വ്ളോഗ് ഒരു ദിവസം ഇട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെയും വീഡിയോ ഈ വ്ളോഗിൽ ഇട്ടിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ അമരൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ട കേട്ടോ, നല്ല സിനിമയായിരുന്നു. സെക്കൻഡ് ARM നമ്മൾ TV-യിൽ ഇട്ട് കണ്ടു. അത് നല്ല സിനിമയായിരുന്നു. ഇത്രയും ദിവസത്തെ വീഡിയോയും ഫോട്ടോസൊക്കെ ഞാൻ ഈ വ്ളോഗിലാക്കുകയാണ് ഗൈസ്. കാരണം എക്സാം ഉണ്ടായിരുന്നു, അത് കാരണം. ഇത് കണ്ട പിറ്റേ ദിവസം എൻ്റെ അച്ഛൻ കേക്ക് വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോ ആണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ബർത്ത്ഡേ. പിന്നെ 13 വയസ്സ്. പിന്നെ ഇങ്ങനെ എന്തോ നമ്മളിന്ന് മൈസെൽഫാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ മൈസെൽഫ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. ആദ്യം ചേച്ചിക്കോളെ. എൻ്റെ പേര് ആരാധ്യ. എൻ്റെ സ്ഥലം തിരുവനന്തപുരത്ത് പൂജപ്പുരയിലുള്ള സ്ഥലമാണ്. സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞില്ല, പൂജപ്പുരയിലുള്ള. ഹോബി ഡാൻസ്, ക്രിക്കറ്റ്, മ്യൂസിക്, വയലിൻ. ഓക്കെ, ചേച്ചിക്ക് ഇത്രയുള്ളൂ. അപ്പം ഞാൻ പറയണ ചക്കായി. ഇതാണ് എൻ്റെ വീഡിയോ. ഞാൻ പറയുന്നത് എൻ്റെ ഹോബിയാണ്. എൻ്റെ പേര് ആമി. എൻ്റെ സ്ഥലം വന്നിട്ട് ട്രിവാൻഡ്രത്തുള്ള ശ്രീവരാഹത്താണ്. പിന്നെ ഹോബി വന്നിട്ട് ഡാൻസ്, സ്പോർട്സ്, പിന്നെ അങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഹോബി ആയിട്ടുള്ളത്. ഞാൻ പഠിക്കുന്നത് ഹോളി ഏഞ്ചൽ സ്കൂളിൽ 7th C-യിലാണ്. ഞാൻ പഠിക്കുന്നത് ഇത് കാർത്തിക തിരുനാൾ മണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പിന്നെ എൻ്റെ ഏജ് ഇപ്പോൾ 13 ഡിസംബർ 4. എൻ്റെ ഏജ് ഡിസംബർ 7 11 ഇയേഴ്സ് ആവാൻ പോവുകയാണ്. ഐ എം സ്റ്റഡി ഇൻ 6th സ്റ്റാൻഡേർഡ്. പിന്നെ 6D ഡിവിഷനിലാണ് പിന്നെ ഞാൻ പഠിക്കുന്നത്. ഫ്രണ്ട്സിൻ്റെ പേര് ആവണി ആൻഡ് വിദ്യാഭ്രാമി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് നമ്മൾ 2 പേരുണ്ട്, ഗായത്രി ആൻഡ് ശ്രേയ. എൻ്റെ അമ്മയുടെ 3 പേരുണ്ടായിരുന്നു, ബട്ട് 3 പേരേ ഉള്ളൂ, ഞാൻ ഉൾപ്പെടെ. എൻ്റെ അമ്മയുടെ പേര് പൂർണിമ. എൻ്റെ അച്ഛൻ്റെ പേര് അനീഷാണ്. എൻ്റെ അമ്മയുടെ പേര് അശ്വതി. എൻ്റെ അച്ഛൻ്റെ പേര് വിനോദ് കുമാർ എന്നാണ്. എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്, അച്ഛൻ ഒരു കാർപ്പൻ്റർ. എൻ്റെ അച്ഛൻ ഇലക്ട്രീഷ്യനാണ്. സ്ഥലം അബുദാബിയിലാണ്. അമ്മ ഒരു ഹൗസ് വൈഫാണ്. എൻ്റെ അമ്മ പിന്നെ ഹൗസ് വൈഫാണ്, ബട്ട് ഇത് 6 മാസം ഇത് അംഗനവാടിയിൽ ജോലിക്കാണ്. സോ എപ്പോഴും കാണില്ല. ഇപ്പം ഒരു ടീച്ചർ ലീവാണ്, ഇതിപ്പം ഒരു ഹെൽപ്പർ ആയാലും ടീച്ചറായാലും ലീവാണെങ്കിൽ ഇപ്പം അമ്മേനെ വിളിക്കും, അങ്ങനെയാണ്. വല്യമ്മ ബന്ധമാണ്. എൻ്റെ ഞാനാണ് കുടുംബത്തിൽ മൂത്തത്. ഇവിടെ 2ാമത്തെ മൂത്തതാണ്. പിന്നെ നമ്മളെ കുടുംബത്തിൽ ഒരാണ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പെണ്ണുങ്ങളാണ്. മരുമക്കളിൽ ഒരു ആണേ ഉള്ളൂ. സോ ബാക്കിയെല്ലാം നമ്മൾ പെണ്ണുങ്ങളാണ്. പേര് അഭിജിത്താണ്. ആ ഒരു ആണിൻ്റെ പേര് അഭിജിത്താണ്. 7ാം ക്ലാസ്സിൽ. ഭയങ്കര നാണമാണ്, ഭയങ്കര കുറുമ്പുമാണ്. ഇപ്പം കണ്ട നമ്മളെയൊക്കെ എടുത്തിട്ട് വെട്ടും. കുഴപ്പമില്ല, പറ. സെൻറ് ജോസഫിലാണ്. നമ്മളെടുത്തിട്ട് വെട്ട്. സെൻറ് ജോസഫ് സ്കൂളിലാണ് പഠിക്കണത്. 7th ഡിവിഷൻ അറിയത്തില്ല. സോ ചെയ്യാനാ. ഇവിടെ അമ്മയുടെ സ്വന്തം ചേച്ചിയുടെ മോനാണ്, അനീത്തിയുടെ മോനാണ്. സോ അവൻ ആദ്യം വന്നതുകൊണ്ടാണ് ചേട്ടനായത്. 1 വയസ്സിന് മൂത്തതായിരുന്നേ ഉള്ളൂ. ചേച്ചിയും 1 വയസ്സിന് മൂത്തതന്നേ ഉള്ളൂ. അവൻ നവംബറിലാണ്. നവംബർ 2023-24 ഗ്യാപ്പിലാണ്. സോ
പിന്നെ വലുതമ്മ എന്തോന്നാണ്? എനിക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ആളാവണം. മീൻസ് അങ്ങനെയല്ല. ഇപ്പം എനിക്ക് കൂടുതൽ താല്പര്യം ഇത് എയർ ഹോസ്റ്റസ്, ടീച്ചർ, പിന്നെ ഒരു ഡോക്ടർ. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്നായത്. നമ്മളല്ലാതെ വേറെ സംസാരിക്കുന്ന ഒന്നും ശബ്ദം കേൾക്കാൻ പാടില്ല നിങ്ങൾ. സോ എൻ്റെ വീട്ടിലാണ് ഈ ചേച്ചി വന്നിരിക്കുന്നത്. ഇപ്പം ചേച്ചി ഞാൻ പോലും പറഞ്ഞില്ല, ഞാൻ വളരെ എക്സൈറ്റിംഗ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ എൻ്റെ വീട്ടിലാണ് വന്നത്. അപ്പം കുറേ ദിവസമായി ഇവർ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പം ഇത് കൊച്ചച്ചി ഇപ്പം കുറച്ച് ദിവസം ആയതേ ഉള്ളൂ വന്നിട്ട്, അബുദാബിയിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. സോ നമ്മളെന്താ പറയുക, അപ്പോൾ വന്നിട്ട് നമ്മൾ വിളിച്ചായിരുന്നു വരാം. അപ്പം വന്നില്ല. അപ്പം നമ്മൾ വിചാരിച്ചില്ല വരുമെന്ന്. പക്ഷേ ഇന്നെന്തോ വന്ന്. അപ്പം അതിൻ്റെ കുറേ ചർച്ചയാണ്. ഇന്നത്തെ കുറേ ദിവസമായില്ലേ, അതുകൊണ്ട് നമ്മൾ കഥ പോലെ കൂട്ടിയിട്ടിട്ടാണ് എന്നിട്ട് ശബ്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. വോയിസ് ഓവർ എടുക്കുമ്പോൾ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഞാൻ വലുതാകുമ്പോൾ ബ്ലോഗർ ആവണം, അല്ലെങ്കിൽ ഡാൻസ് ടീച്ചർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഡാൻസ് ടീച്ചറും ബ്ലോഗറും എനിക്കിഷ്ടം തന്നെ. പക്ഷേ എൻ്റെ പ്രൊഫഷനായിട്ട് എനിക്ക് എടുക്കാനുള്ളത് ഈ 3 ഇതിലേതെങ്കിലും. എൻ്റെ ഹോബി അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു കലയായിട്ട് എടുക്കണമെങ്കിൽ ഡാൻസ് ടീച്ചർ ആവണം, ഇല്ലെങ്കിൽ ഒരു ബ്ലോഗർ. ഈ ബ്ലോഗറും ഡാൻസ് ടീച്ചറും തമ്മിൽ നമ്മളുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു ജോബിന് ഞാൻ ഈ 3 ഏതെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യുന്നു. ഇത് കലകളായിട്ട് ഇത് 2 ഏതെങ്കിലും. നമ്മുടെ കുടുംബത്ത് അനീതിമാരെ പേരൊക്കെ പറയാം. ഫസ്റ്റ് ലേ ആൻഡ് ദിയ, അത് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഉള്ള. പിന്നീട് അത്തു ആൻഡ് അമ്മു. അവരെ ബ്ലോഗ് നമുക്ക് ഇതുവരെ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ബ്ലോഗുണ്ട്, അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തേക്കാം, പറ്റുമെങ്കിൽ മാത്രം. ഓക്കെ. ബട്ട് അമ്മു അത്തു നമ്മൾ അധികമായിട്ട് എപ്പോഴും കാണുന്നില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ചില സമയം. അമ്മു ആണ് മൂത്തതും അത്തു ഇളയതുമാണ്. പിന്നെ ലയ ആൻഡ് ദിയയാണ് മൂത്തതും, ലയാണ് ഇളയത്. ബാംഗ്ലൂരിൽ നിങ്ങൾ ബാംഗ്ലൂർ ഡേയ്സിന്റെ വീഡിയോസിൽ കാണുന്ന ആ എക്സ്പ്രഷൻ അന്നില്ലേ, നിങ്ങൾ ഇവർ ആദ്യമായി അങ്ങോട്ട് പോയപ്പം എക്സ്പ്രഷൻ പെട്ടെന്ന് സർപ്രൈസ് ആയില്ലേ, അവളാണ് മൂത്തത്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു കൊച്ചു വാവയുണ്ട്, പേര് തൻവി എന്നാണ്. സോ ഇപ്പം വന്നതേ ഉള്ളൂ. അന്ന് ഫസ്റ്റ് ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇൻസ്റ്റയില് ഉണ്ട് ആ ബേബിയുടെ ഫോട്ടോ. പിന്നെ നമുക്ക് ആമിയുടെ മോളുണ്ട്, സ്റ്റെഫിക്ക എന്നാണ് പേര്. ഞാൻ ട്രിവാൻഡ്രത്തും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. ട്രിവാൻഡ്രത്ത് ശംഖുമുഖം ടോപ്പ് ഏരിയയിലാണ് അവള് താമസിക്കുന്നത്. എപ്പോഴും നമ്മളത് കാണാറില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയിട്ട് റിലേറ്റ് ആയ വല്ലപ്പോഴും കാണും, കണ്ട മാത്രം സംസാരിക്കുന്നു. നമ്മളോട് അധികമായിട്ട് ഭയങ്കരമായിട്ട് മിംഗ്ലിംഗ് ഇല്ല. പിന്നെ അപ്പു പറഞ്ഞല്ലോ, അഭിജിത്ത് പറഞ്ഞു. പിന്നീട് നമ്മളുടെ ഇതിലായിട്ടുള്ളത് യൂട്യൂബേഴ്സ് വന്ന് ചട്ടമ്പീസ്, വീടോക്സ്, പിന്നെ അതിലുള്ള ആൾക്കാർ എന്താണ് വീടോക്സിലുള്ള ആൾക്കാർ, ചട്ടമ്പീസ്, വീടോക്സ്, ഹിപ്സ്റ്റർ, പിന്നെ വീടോക്സ് ചെറുതായിട്ട് ഇഷ്ടമുള്ളൂ, പിന്നെ പുള്ളോത്തി, ദെൻ അൽ അസിഫി. എനിക്ക് പുള്ളോത്തി, പിന്നെ ഗെയിം തെറാപ്പിസ്റ്റ്, സോളോ വൈനർ, അങ്ങനത്തെ കുറേ ആൾക്കാർ. എനിക്ക് മെയിനായിട്ടും പറയുകയാണെങ്കിൽ ഹിപ്സ്റ്റർ, ചട്ടമ്പീസ്, പുള്ളോത്തി, അൽ സിഫി, പിന്നെ പ്രണവ് ആൻഡ് പ്രവീൺ. അവരെനിക്ക് അപ്പോൾ എൻ്റെ മാമിമാരുടെ പേരൊക്കെ. പിന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ വിളിക്കണ പേര് അനു എന്നാണ്. എൻ്റെ അച്ഛന് വിനോദ്. എൻ്റെ അമ്മയുടെ പേര് റാണി എന്നാണ്. മാമൻ്റെ പേര് വിനു എന്നാണ്. പുറത്ത് രാഹുൽ എന്ന് വിളിക്കും. അമ്മേൻ്റെ വീട്ടിൽ വിളിക്കണ പേര് അമ്മയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് ചിന്നു എന്നാണ്. അപ്പൂപ്പൻ്റെ പേര് വിജയൻ എന്നാണ്. ഓട്ടോറിക്ഷ ആ ഒരു വർക്കിലാണ്. എൻ്റെ അമ്മൂമ്മയുടെ പേര് അരുന്ധതി, വീട്ടിൽ സാവിത്രി എന്ന് വിളിക്കും. എൻ്റെ അപ്പൂപ്പൻ്റെ പേര് തങ്കപ്പൻ എന്നാണ്. അപ്പൂപ്പൻ്റെ ജോലി എനിക്കറിയത്തില്ല, സോറി ഗൈസ്. എൻ്റെ അമ്മ കോർപ്പറേഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ റിട്ടയർഡായി വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രോപ്പ് ടോപ്പും ബാഗി ബാൻഡും അത് ഇഷ്ടം. എനിക്ക് സെയിം ആണ്. പിന്നെ ഹാഫ് സാരി, ഇത് ധാവണി ഒക്കെയാണ് ഇഷ്ടം. ക്രോപ്പ് ടോപ്പ് അങ്ങനെയൊക്കെ. നമ്മുടെ സ്കൂളിനെ പറ്റി സംസാരിക്കുകയാണ്. ക്രിക്കറ്റ് അക്കാഡമിയാണ്. ഡാൻസ് ക്ലാസ് വന്ന് ഡാൻസ് ക്ലാസ്സും മ്യൂസിക് ക്ലാസ്സും വയലിൻ ക്ലാസ്സും വന്ന് കുഞ്ചാലമൂട് ആ ഒരു ഭാഗത്താണ്, പുതുപ്പുരയിൽ. പിന്നെ നല്ലൊരു ഇതാണ്.
പിന്നെ എൻ്റെ ഡാൻസ് ക്ലാസ് വന്നിട്ട് കോട്ടയുടെ അകത്താണ്. ഇവിടെ ശ്രീവരാഗത്തിനുള്ളൊരു കോട്ടയുടെ അകത്താണ്. നന്ദിനി ഗാർഡൻസ് എന്നാണ് ആ കോട്ടയുടെ പേര്. ദൃശ്യകല എന്നാണ് എൻ്റെ ഡാൻസ് ക്ലാസ്സിൻ്റെ പേര്. ഞാൻ ഡാൻസ് മാത്രമാണ് ഹോബിയായിട്ട് പഠിക്കുന്നത്. പിന്നെ അരങ്ങേറ്റവും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എൻ്റെ അരങ്ങേറ്റം കരിക്കകത്തായിരുന്നു. ആദ്യത്തെ അരങ്ങേറ്റമേ കഴിഞ്ഞുള്ളൂ ഭരതനാട്യത്തിൻ്റെ. എൻ്റെ ഡാൻസ് സ്റ്റെപ്സ് എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ തീർന്നു. ഇനി മൊത്തത്തിൽ 8 പ്രോഗ്രാം ആണ് ഉള്ളത്. അതിൽ 4 അരങ്ങേറ്റം എനിക്ക് കഴിഞ്ഞു. അടുത്ത 4 കൂടെ കഴിഞ്ഞാൽ ഞാൻ കുച്ചിപ്പുടി. സോ ഗൈസ്, ഞാൻ കലോത്സവത്തിന് പോയി ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് ആൻഡ് എ ഗ്രേഡ്. കലോത്സവത്തിനും ഫസ്റ്റ് ആൻഡ് എ ഗ്രേഡ്. നെയ്യാറ്റിൻകര ബോയ്സ് സ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലായിരുന്നു എൻ്റെ ഒരു കലോത്സവം. ഡിസ്ട്രിക്റ്റിൽ എനിക്ക് ഫസ്റ്റ് ആൻഡ് എ ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സോ പത്രത്തിൽ വന്ന്, ന്യൂസിൽ വന്ന്, ഫേസ്ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കണേ. ലിങ്ക് പറ്റുമെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ. പറ്റുമെങ്കിലേ പറ്റുള്ളൂ, ചിലപ്പോഴേ പറ്റത്തുള്ളൂ. പിന്നെ ഓൾ ഏഞ്ചൽസ്